ഹലോ മാനി സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. നമ്മളിന്നുള്ളത് മിഷ്കാക്കിന്റെ ഒരു കടയിലാണ്. അപ്പോൾ മിഷ്കാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് അത്ര സുലഭമായിട്ട് മറ്റു നാടുകളിൽ കിട്ടുന്നുണ്ടെങ്കിലും ഇവിടെ അതൊരു എല്ലാവർക്കും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡാണ്. ഒമാനികൾക്ക് മാത്രമല്ല, അത് മലയാളികൾക്കും അത് അത്യാവശ്യം ഒരു കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് കഴിക്കാം. পাঁচটা দিকে পাঁচটা জাপান পাঁচটা রুবিয়ান খালাস ওকে স্যার এখন বন্ধাবি করতে পারে ফার এই নি নাও ডাক্তারের মাল এই নি নাও আমি তেল দিছি চিকেন পাঁচটা নাই হ্যাঁ ചിക്കൻ പാസ്ത ഹാഫ് പാസ്ത റുബിയൻ പാസ്ത. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾക്ക് സാധനം ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒമാനികൾക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു ഭക്ഷണമാണ്. മിഷ്കാക്ക് എന്നൊക്കെ പറയും. ഇത് ചിക്കൻ്റെത്, ഇത് ബീഫിൻ്റെത്. അപ്പം ഇവർ നൈറ്റ് കാലങ്ങളിൽ എല്ലാവരും ഇങ്ങനെ കടപ്പുറം സൈഡിൽ ഒമാനിൽ അൽസീബ് എന്ന സ്ഥലത്ത് കടപ്പുറത്ത് ഇഷ്ടം പോലെ ഇതിൻ്റെ ചുടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ചാണ് ഇവർ കൂടുതലും ഇവിടെ ഒന്ന് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒന്ന് രാത്രി ട്രൈ ചെയ്യാൻ വന്നതാണ്. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ മസ്റ്റായിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. ചിക്കൻ്റെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ മസാലയാണ് അതിൽ മുക്കി കഴിച്ചിട്ട് ടേസ്റ്റ് കൂടി. ഒരു പുളി പോലത്തെ ഒരു മസാലയാണ് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ചിക്കൻ്റെതും ഉണ്ട്, ഞാനും ഉണ്ട്, ജംഷിയാക്കും ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഇത് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ അത് ഫസ്റ്റ് ടൈം ഒന്നല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യുന്നത്. നിങ്ങളെ ഇതെന്തായാലും മസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യണം, അത്രയും ടേസ്റ്റിയാണ്. ഞാനിത് ചിക്കൻ്റെ ആണെന്ന് ഇതൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി. ചിക്കൻ ഫസ്റ്റ് ചെയ്താട്ടോ, നിങ്ങളുടെ ബീഫിലോട്ടാട്ടോ ഇതിന്. ബീഫ് അടിപൊളി. ഏത്